ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഇൻഷാ അല്ലാ ഞങ്ങൾക്കും സുഖമാണ്. റാത്ത് ചെയ്യാനും പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര എവിടേക്കാണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ പോണത് ഇവിടെ ഫ്ലഡ് നടന്ന ചൂരമലയ്ക്കാട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളെ യാത്ര ഇന്ന് അങ്ങോട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ പോണ വഴിയിലൂടെ ഒരു മക്കാമുണ്ട് കേട്ടോ. ഇതിന് കള്ളാടി മക്കാം എന്ന് കേട്ടോ പറയാം. കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം എനിക്ക് പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും കുറേ ദിവസമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ പുത്തുമല എത്തിട്ടോ. നമ്മൾ 2019 പ്രളയം നടന്ന് അവിടെ പുത്തുമലയിലെത്തി. അപ്പോൾ ഞങ്ങളെ വീടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഈ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയി കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നല്ല കേട്ടോ താമസം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റിപ്പണിലാണ് കേട്ടോ. അപ്പോൾ ഇതേ പോണ വഴിയിൽ ഇവിടെ സിപ്പ് ലൈനിൽ കേട്ടോ. അപ്പോൾ ഇവിടെ പുത്തുമല തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് എന്തൊക്കെ അവർ നമുക്ക് കയറണ വിഷയം പറഞ്ഞാൽ എനിക്കൊക്കെ പേടിയാണ്. ഞാനൊന്നും ഇല്ല പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആരും കയറിയൊന്നുമില്ല. അങ്ങനെ കണ്ട് അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ ഇതേ ഞങ്ങളിവിടെ ചൂരമല ടൗണിലെത്തിട്ടോ. അപ്പോൾ ഈ ടൗണ് മുതൽ തന്നെ ഇവിടെ പ്രളയം നടന്നിട്ടുള്ള ഒരു ഇതുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. പിന്നെ ഇവിടെ ഒത്തിരി ആളുകൾ ഇങ്ങനെ ഇവിടെ കാണാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയിലൊക്കെ ഞങ്ങൾ കുറേ ദിവസമായിക്കണത് ഇവിടേക്ക് പോരണം എന്നാണ് ഇങ്ങനെ നിൽക്കണം. ആദ്യം എനിക്ക് ഇങ്ങോട്ട് പോരണമെന്ന് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു ഏകദേശം ഇപ്പോൾ 6 മാസമൊക്കെ ആവാനായില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇനിയൊന്ന് പോയിട്ട് നോക്കിയിട്ട് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കേട്ടോ. അപ്പോൾ ഈ ബേലിപ്പാലം വരെയൊക്കെ ഉള്ളു ഇവിടെ ഇങ്ങോട്ട് വിടണുള്ളൂ. അതിൻ്റെ അപ്പുറം അങ്ങോട്ട് കടത്തി വിടണില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇനി പാസ് എടുക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പം ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റണില്ല കേട്ടോ. കാരണം ഈ ഒരു സൈഡത്തെ ടൗണിൻ്റെ ഒരു സൈഡത്തെ കടകളും മൊത്തം പോയിക്കണം കേട്ടോ. ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ ഇപ്പോൾ കുറേ കടകളൊക്കെ തുറന്നിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സങ്കടം കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ എന്തോ ഈ ട്രാവലിലൊക്കെ വന്നിട്ടൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കാണാൻ വേണ്ടി വന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിന്മേലൊന്നും കയറാൻ അയക്കണില്ല കേട്ടോ. ഈ വേലി പാലത്തുമ്മലൊന്നും കയറാൻ അയക്കണില്ല. ഇവിടെ പോലീസുകാർ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സ്കൂളിൻ്റെ ഭാഗം കണ്ടോ, ഇവിടെയൊക്കെ മൊത്തത്തിൽ പോയിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അപ്പുറത്ത് കൂടെ വേണമെങ്കിൽ സ്കൂളിൻ്റെ അതിലെ കൂടെ മുന്നിൽ കൂടെ വഴിയുണ്ട്. അപ്പോൾ അതിൽ കയറാൻ പറ്റുന്ന വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലൊന്നും കയറാൻ അയക്കണില്ല. പിന്നെ ഞങ്ങൾ ഇവിടേക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വന്നിട്ട് കാണുന്നത്, ഞാനും മക്കളും കേട്ടോ. പിന്നെ കാക്ക വന്നിക്കണ്. കാക്ക പിന്നെ വണ്ടിയിലൊക്കെ ഓടുന്നതുകൊണ്ട് എന്താക്കും, ആളുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ട് ഇവിടെ കാണിച്ചൊക്കെ കൊടുക്കാൻ ഇങ്ങോട്ടൊക്കെ അങ്ങനെ വന്നിക്കണം കേട്ടോ. ഞങ്ങൾ പിന്നെ ആദ്യമായിട്ട് കേട്ടോ. പിന്നെ വന്നപ്പോൾ തോന്നുക വേണ്ടില്ലേനും റബ്ബേ കാണണ്ടില്ലേനും തോന്നി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ദയനീയാവസ്ഥ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓരോന്നിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സൊക്കെ വല്ലാതെ എന്താ പറയുക വിങ്ങി പൊട്ടുട്ടോ. നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല കാണുമ്പോൾ വിങ്ങി പൊട്ടണത്. അത്രയും വേദന ഇട്ടത് കണ്ടപ്പോൾ. പിന്നെ എന്തായാലും വേണ്ടില്ല ഒന്ന് കാണാൻ വന്നതല്ലേ നമ്മളൊരു ധൈര്യത്തിൽ ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അധികം നേരമൊന്നും ഇവിടെ നിൽക്കാൻ തോന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു നാടിനെ തന്നെ തുടച്ച് നീക്കിയ എത്ര കുഞ്ഞുങ്ങളും വലിയവരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും റബ്ബേ. ഇതിലെത്ര ഒരു മണ്ണിൻ്റെ ഇതിലിങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ തോന്നും നമുക്ക് റബ്ബേ മരിച്ച മയ്യത്തുമ്മലാണോ നമ്മൾ ചവിട്ടുന്നത്, അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അപ്പം ഞാൻ വേഗം ഇങ്ങോട്ട് നിന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് എന്തായാലും നമ്മളൊരു മനുഷ്യനെ ഇങ്ങോട്ട് ഈ മണ്ണിലേക്കൊന്നും ഈ പോലീസുകാർ വിടണില്ല കേട്ടോ. അല്ല ഒന്നിരിക്കും അതാണ് നല്ലത് കേട്ടോ. കാരണം എന്തായാലും നമുക്ക് തന്നെ ചിന്തിച്ചാലറിയാം. കാരണം അത്ര ഇനിയിപ്പോൾ ബോഡികൾ കിട്ടാനുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നല്ലോ. നമുക്കിപ്പോൾ കൃത്യമായിട്ടൊന്നും ഇതിൻ്റെ ഒന്നും അറിയില്ലല്ലോ. നമ്മളൊക്കെ എത്രയോ ദൂരമുള്ള ആളുകളല്ല, നമുക്കൊക്കെ കേട്ടിട്ടുള്ള പരിചയങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അവരെ കൂട്ടവും കുടുംബത്തിനെല്ലാം അറിയുള്ളൂ എന്തായതാന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങൾ എന്തായി ഈ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വേഗം ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഭയങ്കര വെയിലുമാണ് ഇവിടെ. എന്ത് നല്ല മനോഹരമായൊരു സ്കൂളും പുഴയും നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ കണ്ട ചെറിയൊരു തോടിൻ്റെ ഇതിലുള്ളൂ വെള്ളം ഇപ്പോൾ ഒലിച്ചു പോകണത് കേട്ടോ. ഈ ഒരു സ്കൂൾ പറ്റുന്ന പോവുകയും ചെയ്തു കേട്ടോ. അങ്ങോട്ടൊക്കെ അത്യാവശ്യം നഷ്ടപ്പെട്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് നമ്മൾ കടത്തി വിടാത്തതുകൊണ്ട് നമുക്കറിയില്ലല്ലോ. നമ്മൾ അങ്ങോട്ടുള്ള ഒരു സംഭവം കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അതൊന്നും ഞാൻ പറയുന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ
ഇവിടേക്ക് എൻ്റെ 2019 എൻ്റെ മൂത്ത മോന് 5ാം ക്ലാസ് മുതലാണ് ഇവിടെ നമ്മൾ പുത്തുമല 4ാം ക്ലാസ്സുള്ളൂ. 5ാം ക്ലാസ് മുതൽ പിന്നെ ഈ സ്കൂൾക്ക് വരണം, അല്ലെങ്കിൽ മേപ്പാടിക്ക് വിടണം കേട്ടോ. അപ്പം ഞങ്ങൾ എന്താക്കി ഇവിടെ ഈ സ്കൂൾക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2019 കേട്ടോ, ആ ജൂണും ജൂലൈയും പോയിട്ടുള്ളൂ. ആഗസ്റ്റ് ആയിട്ട് അങ്ങനെ 1-2 ദിവസമായിട്ടേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ആഗസ്റ്റ് 8-ന് ഞങ്ങൾ പുത്തുമല പ്രളയം നടന്നു കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ എന്താ പറയുക, പുത്തുമല വിട പറഞ്ഞ് ഈ സ്കൂളും നമ്മൾ വിട പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മേപ്പാടി സെപ്റ്റംബറിലാണ് നമ്മൾ പിന്നെ കുട്ടികളൊക്കെ ആക്കണം കേട്ടോ. പിന്നെ കാരണം ഞങ്ങളും കുറേ മേപ്പാടിയൊക്കെ എന്താ പറയുക ക്യാമ്പിലൊക്കെ നിന്നിട്ട് കുറേ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വീടൊക്കെ വാടകയ്ക്കൊക്കെ എടുത്തിട്ടാണ് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സെപ്റ്റംബറിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് എന്താക്കണത് മക്കളെ സ്കൂളിൽ ചേർത്തണം കേട്ടോ. അപ്പോൾ കുറച്ച് എൻ്റെ കുട്ടി എന്തായാലും ഒരു 2 മാസം ഇവിടെ പഠിച്ചിരിക്കണമെന്ന് പറയാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ സീതമ്മ കൊണ്ട് പറയും മുണ്ടക്കായി അങ്ങോട്ട് ഇതേപോലെ വന്നിരുന്നു കേട്ടോ. ഞങ്ങൾ സൂചിപ്പാറയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അതീ പൊട്ടണീൻ്റെ കുറച്ച് മുന്നെയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങളവിടെ വന്നിട്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഞങ്ങൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ്റെ കാര്യം നമുക്കും അധികം പറയാനൊന്നും അറിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഇവിടേക്ക് നിന്നിട്ട് പിന്നെ ആ ഒരു പുത്തുമല പൊട്ടിപ്പോയതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങനെ വലിയ ടച്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പിന്നെ കാക്ക പറഞ്ഞു കേട്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ കടകളും വീടുകളും എല്ലാതും അവരൊക്കെ പിന്നെ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. അവരൊക്കെ പുത്തുമല ഉണ്ടായ ആൾക്കാരായതുകൊണ്ട് പിന്നെ ചൂരമലയാണല്ലോ അവരൊക്കെ പഠിച്ചതും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ അവർക്ക് അറിയാം കേട്ടോ. പിന്നെ ചൂരമലത്തൊക്കെ എല്ലാ വിവരങ്ങളും അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ ഇവിടെ വീടുണ്ടായിരുന്നു, അവിടെ ഇതുണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ കുറച്ചൊക്കെ നമുക്കറിയുള്ളൂ, അല്ലാണ്ട് നമ്മൾ പിന്നെ ഇവിടുത്തെ അതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാനെന്താക്കി, ഏതായാലും ഞങ്ങൾ പോയതല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോസ് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതിൽ ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ കുറേ നമ്മൾ ടൗണിൻ്റെ ബേക്കിലത്തെ വീടുകളാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി നിന്ന ടൗണിലത്തെ ബേക്കിലത്തെ വീടുകളാണ്. പിന്നെ ഈ അക്ഷയ ബാങ്ക് കാര്യങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഫുള്ള് മണ്ണിൻ്റെ കൂമ്പാരമാണ് കേട്ടോ. പിന്നെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയതും പിന്നെ ഇവിടെ എന്തോ ഒരു മാങ്ങുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുളം എന്തോ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഫുള്ള് മണ്ണ് മൂടി കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങോട്ടൊന്നും വെള്ളം എത്തിയിട്ടില്ല തോന്നുന്നത്. പിന്നെ ഞങ്ങളൊരു അമ്മായിൻ്റെ വീടൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് അപ്പുറത്തൊക്കെ പോയാൽ അവിടേക്കൊന്നും പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയൊരു വിശേഷങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഒരു 10 ആളിത് കാണുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഏതായാലും ഞങ്ങളെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും അവിടുന്ന് പിന്നെ വേഗം പോകുകയും ചെയ്തു കേട്ടോ. ഒരു അരമണിക്കൂർ തന്നെ നിന്നോന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾക്കും ഭയങ്കര ഇടങ്ങേറ്. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താക്കി അവിടുന്ന് പോന്നു. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ